ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യ അനുപാതത്തിലാണ് പരിഗണിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായിരിക്കും. 1990 ശേഷം ഫാമിലി പ്ലാനിംഗ് ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ GDP-യിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ അവരുടെ സംഭാവനയും വളരെ കൃത്യമായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അപഹസിക്കുന്ന തരത്തിലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉന്നയിച്ചപ്പോൾ നെറ്റിച്ചുടിച്ച കേന്ദ്രം അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കി ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശിലും അതുപോലെ ബീഹാറിലുമൊക്കെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ ലോക്സഭാ പ്രാതിനിധ്യം കുറക്കുവാനുള്ള തീരുമാനമായിരുന്നു കൈക്കൊള്ളാൻ ശ്രമിച്ചത്. അത് തടയുന്നതിനുള്ള നീക്കം സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ തുടങ്ങിക്കഴിഞ്ഞു. ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർണാടകയിലും തെലങ്കാനയിലും അത് നടപ്പിലാക്കി വിജയിപ്പിച്ചപ്പോൾ അത് BJP ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇത് വെറും ഡാറ്റ ശേഖരണത്തിന് വേണ്ടി മാത്രമാണ് BJP ഏറ്റെടുക്കുന്നത്. വോട്ട് ബാങ്ക് കൂട്ടാൻ ഏത് ഇക്വേഷൻ ഏത് മണ്ഡലത്തിൽ പയറ്റണം എന്നതിനു വേണ്ടി മാത്രം ഒരു രഹസ്യ വിവര ശേഖരണം, അതിനുവേണ്ടി കേന്ദ്രത്തിൻ്റെ അധികാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക, ജനങ്ങളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് അവരുടെ കൃത്യമായ പൾസ് മനസ്സിലാക്കി രാജ്യത്ത് മതവർഗീയ രാഷ്ട്രീയം കലർത്തുക എന്നുള്ള സിദ്ധാന്തമാണ് BJP-യുടേത് എന്നതാണ് വിമർശനം. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയും മുൾമുനയിൽ നിർത്തിയും വർഷങ്ങളായി യോഗി നടത്തുന്ന ഈ ഭരണം അതാണ് ഇപ്പോൾ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യവും ഇപ്പോൾ നടക്കുന്ന പള്ളി തകർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇവർ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുവാനുള്ള ശ്രമം BJP തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പോലും ഈ സഖ്യം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിനായിരിക്കും സുപ്രീം കോടതി വേദിയാകാൻ പോകുന്നത്.